ഹലോ ഗൈസ്, സ്വിറ്റ്സർലാൻഡിലോട്ട് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ പണം കൊടുത്തോ കൊടുക്കാതെയോ അവർ തരുന്ന ഒരു ഓഫർ ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതുപോലെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലോട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഹൗ ടു വെരിഫൈ ആൻ ഓഫർ ലെറ്റർ. ഒരു ഏജൻസി തന്ന ഓഫർ ലെറ്റർ എങ്ങനെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ ലെറ്റർ ആണോ, നിങ്ങൾക്ക് എങ്ങനെ സ്വയം വെരിഫൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഞാനിതിൽ പറയുന്നത്. കുറച്ച് ടിപ്സാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഏജൻസിയെ എങ്ങനെ വിലയിരുത്താമെന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ ഏജൻസി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ എംപ്ലോയറുടെ ഡീറ്റെയിൽസ് ആണ്. എംപ്ലോയറുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു ഓഫർ ലെറ്റർ തരികയാണെന്നുണ്ടെങ്കിൽ ആ ഓഫർ ലെറ്ററിൽ ആ കമ്പനിയുടെ ഫുൾ നെയിം എന്തായാലും ഉണ്ടായിരിക്കും. കൂടാതെ കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും, അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതായത് കോൺടാക്ട് ഡീറ്റെയിൽസ്. ഏത് തരത്തിൽ നമുക്ക് ആ കമ്പനിയെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആ ഒരു ഓഫർ ലെറ്ററിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. കൂടാതെ വെബ്സൈറ്റ് ഉണ്ടായിരിക്കും, ഇമെയിൽ ID ഉണ്ടായിരിക്കും. ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഓഫർ ലെറ്ററിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്യാം. ഇനി ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അവരത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വെബ്സൈറ്റ് ഉണ്ടായിരിക്കും. ഈ വെബ്സൈറ്റ് തന്നാലും തന്നില്ലെങ്കിലും കമ്പനിയുടെ നെയിം കിട്ടുകയും നമുക്ക് വെബ്സൈറ്റ് എടുക്കാൻ പറ്റും. ഈ വെബ്സൈറ്റിൽ കയറി നോക്കുക. ഇപ്പോൾ തരുന്ന ആളുകൾ അവരും അത്യാവശ്യം കള്ളത്തരം പഠിച്ചവരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഉടായ്പ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ തരുന്ന കമ്പനി നെയിം ഉണ്ടായിരിക്കും, കമ്പനി ജെനുവിനായിരിക്കും, കമ്പനി ആ ഒരു രാജ്യത്തിനുള്ള കമ്പനി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ നെയിം എടുക്കുക, അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. ഇവർ തന്നിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അതുപോലെ തന്നെ ഈ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അതായത് കമ്പനിയുടെ നെയിം നിങ്ങൾക്ക് അതിൽ വെരിഫൈ ചെയ്യാം, അതുപോലെ തന്നെ കമ്പനിയുടെ ഇമെയിൽ IDs വെരിഫൈ ചെയ്യാം, അഡ്രസ്സ് വെരിഫൈ ചെയ്യാം, പോസ്റ്റ് ബോക്സ് നമ്പർ വെരിഫൈ ചെയ്യാം. ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ വെബ്സൈറ്റിലും ഇതിലും കൊടുത്തിരിക്കുന്നതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് വ്യക്തമായി ചെക്ക് ചെയ്യുക. അത് വെരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പിക്കാം അത് ഫ്രോഡാണെന്നുള്ളത്. മനസ്സിലാവുന്നു? അപ്പോൾ നിങ്ങൾ അത് വളരെ തറവായിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക. വെബ്സൈറ്റ് ഓഫർ ലെറ്ററിൽ ഉണ്ടാവണം. ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയുടെ പേര് വെച്ച് കമ്പനിയുടെ വെബ്സൈറ്റ് എടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം വളരെ പിൻ ടു പിൻ ചെക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇത് ഫസ്റ്റ് ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ടിപ്പാണ്, നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടിപ്പാണ്. ഇനി രണ്ടാമത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഓഫർ ലെറ്റർ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ IDയുടെ ഫോർമാറ്റ് ചെക്ക് ചെയ്യുക. അതായത് നിങ്ങളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരിക. ആ കമ്പനിക്ക് മസ്റ്റായിട്ടും ഡൊമൈൻ മെയിൽ ID ഉണ്ടായിരിക്കും. അതായത് ഒരു കമ്പനിയുടെ പേരിൽ ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ MBDയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റുകൾ ഇന്ത്യയിൽ .gov.in ഉണ്ടായിരിക്കും. അത് ഗവൺമെൻറ്റിൻ്റെ ഡൊമൈനാണ്. ഈ രീതിയിൽ ഒരു കമ്പനിക്ക് അവരുടെ ഡൊമൈൻ മെയിൽ ID ഉണ്ടാവും. ഒരു Gmail മെയിൽ ID യോ ഒരു Yahoo മെയിൽ ID യോ ആണ് കമ്പനിയിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള നോർമൽ മെയിൽ IDs ആണ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആർക്കും എവിടെ നിന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൽ ID ആണ് ഈ പറയുന്ന Gmailഉം അല്ലെങ്കിൽ Yahoo മെയിൽ IDs. സോ കമ്പനീസിൻ്റെ മെയിൽ ID ആണെന്നുണ്ടെങ്കിൽ ഡൊമൈനിലായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സൈറ്റുകളും അല്ലെങ്കിൽ എല്ലാ വെബ്സൈറ്റുകളും .gov എന്നുള്ള ഡൊമൈനിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ എല്ലാ കമ്പനികൾക്കും ഉണ്ടായിരിക്കും അതിൻ്റെ ഡൊമൈൻസ്, നല്ല കമ്പനീസിന്. സോ നിങ്ങളെ സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കമ്പനിക്ക് ഡൊമൈൻ മെയിൽ ID ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ കൺട്രി കോഡ് സ്വിറ്റ്സർലാൻഡിൻ്റെ വരെ .ch ആണ് വരിക. അതായത് നമ്മുടെ ഇന്ത്യയുടെ .in വരുന്ന പോലെ സ്വിറ്റ്സർലാൻഡിനും കൺട്രി കോഡ് വെബ്സൈറ്റിൻ്റെ വരുന്നത് .ch ആണ് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് കമ്പനീസ് ആണെങ്കിൽ .swiss എന്നാണ് വരിക. സോ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് തരുന്ന കമ്പനീസിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ വെബ്സൈറ്റൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അവർ തന്നിട്ടുള്ള വെബ്സൈറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഈ ഒരു പാറ്റേണൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ മെയിൽ ID എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഡൊമൈൻ മെയിൽ ID അല്ലാത്ത മെയിൽ IDs ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഒരു തരത്തിലുള്ള മെയിൽ IDsോ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസോ തരാത്ത ഓഫർ ലെറ്റർ ഒരു തരത്തിലും ജെനുവിൻ ആയിരിക്കില്ല. അത് ഫ്രോഡായിരിക്കും. 100% ഫ്രോഡ് തന്നെ ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് മസ്റ്റായിട്ടും ഒരു ഓഫർ ലെറ്ററിൽ ഉണ്ടായിരിക്കും. അത് വേണ്ടതാണ്. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള മെയിൽ ID വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വീണ്ടും വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓഫർ ലെറ്റർ മസ്റ്റായിട്ട് നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് ആ കമ്പനിയുടെ മെയിൽ ID നിങ്ങൾക്ക് കിട്ടും. കമ്പനിയുടെ മെയിൽ ID നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, ഈസി ആയിട്ട് കിട്ടും. ആ മെയിൽ IDയിലോട്ട്
ഒന്നില്ലെങ്കിൽ അവർ ജെന്യൂൻ ആയിട്ടുള്ള മെയിൽ ഐ ഡി അവർ തന്നിട്ടുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡിയിലോട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് മെയിൽ ഐ ഡി എടുത്തിട്ട് കമ്പനിക്ക് ഡയറക്റ്റ് മെയിൽ അയക്കുക. ഈ ഓഫർ ലെറ്ററിൻ്റെ ഒരു കോപ്പി വെച്ചിട്ട് ഇന്ന ഒരു ഏജൻസി ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ തന്നിട്ടുണ്ട്, ഇത് ജെന്യൂൻ ആണോ എന്ന് ചോദിച്ച് മെയിൽ അയക്കുക. അതിന് യാതൊരു തെറ്റുമില്ല. HR-ൻ്റെ മെയിൽ ഐ ഡി കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ്. HR-ൻ്റെ മെയിൽ ഐ ഡിയിലോട്ട് ഡയറക്റ്റ് മെയിൽ ചെയ്യുക. അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഒറിജിനലായിട്ട് തന്നിട്ടുള്ള ഓഫർ ആണെങ്കിലും അതിന് യാതൊരു തെറ്റുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം. ഓഫർ ലെറ്റർ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാം. നല്ലൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് റിപ്ലൈ ചെയ്യും. ഓക്കെ. ഇനി അതുമല്ലെങ്കിൽ അടുത്ത നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫർ ലെറ്ററിൻ്റെ കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് സ്വിസ് എംബസിയിലോട്ട് മെയിൽ അയക്കാം. ഇന്ത്യയിലുള്ള സ്വിസ് എംബസിയിലോട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാം. എംബസി ഒരിക്കലും നിങ്ങളുടെ ഓഫർ ലെറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ജെന്യൂൻ ആണോ എന്നൊന്നും വെരിഫൈ ചെയ്യില്ല. പക്ഷേ ഈ ഏജൻസിയുടെ ഡീറ്റെയിൽസ് അടക്കം കൂടി വെച്ച് അയച്ചു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും രീതിയിലുള്ള മുൻപ് ഫ്രോഡ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്കൊരു വാർണിംഗ് ആയിട്ട് തിരിച്ചയക്കാതിരിക്കില്ല. ഏതെങ്കിലും രീതിയിൽ റിപ്ലൈ നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ മുൻപ് എന്തെങ്കിലും ഒരു ഫ്രോഡ് ചെയ്തിട്ടുള്ള ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എംബസിയിൽ നിന്നും റിപ്ലൈ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഈ രീതിയിലെല്ലാം വെരിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ജോബ് ഓഫർ വിശ്വസിക്കാൻ. പിന്നെ മറ്റൊരു ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ആ ഓഫർ ലെറ്റർ കൃത്യമായിട്ട് നല്ല രീതിയിൽ വായിക്കുക. ഇവിടുന്ന് ഇഷ്യൂ ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിലും ഇവരുടെ ലാംഗ്വേജസിൻ്റെ എന്തെങ്കിലും ഒരു അംശം എവിടെയെങ്കിലും കാണാതിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് മറ്റ് കൺട്രി, ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഈ പുറത്തോട്ടൊരു ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ ചിലപ്പം ഇംഗ്ലീഷിൽ കൊടുത്തേക്കാം. പക്ഷേ എന്നിരുന്നാലും അതിൽ എവിടെയെങ്കിലുമൊക്കെ മറ്റ് ലാംഗ്വേജസിൻ്റെ ഒരു കടന്നുകയറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതുകൂടി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. വെരിഫിക്കേഷന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? എവിടെയെങ്കിലും അഡ്രസ്സിലോ കമ്പനിയുടെ പേരിലോ, കമ്പനിയുടെ പേരൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും. പക്ഷേ എന്നിരുന്നാലും എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ഒരു ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ 2-3 പേജ് ഉണ്ടാവും മിക്കവാറും. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു യൂറോപ്യൻ ടച്ച് അല്ലെങ്കിൽ യൂറോപ്പിലെ ലാംഗ്വേജസ്, ഇപ്പം ഫ്രഞ്ച്, ഇപ്പോൾ ഇവിടുന്നൊക്കെ ഇഷ്യൂ ചെയ്യുന്നതാണ് ഫ്രഞ്ച്, ഇറ്റാലിയൻ, ജർമ്മൻ, ഇതെല്ലാം വരും. സോ എന്തിൻ്റെയെങ്കിലും ഒരു അംശം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. സോ അതും കൂടി നിങ്ങൾക്ക് നോക്കിയിട്ട് ആ ഓഫർ ലെറ്ററിൻ്റെ ജെന്യൂനിറ്റി വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു കാരണവശാലും ഓഫർ ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് എടുത്ത് കൊടുക്കരുത്. അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കുക. അഡ്വാൻസ് പേയ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുക മൊത്തം ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 5 ലക്ഷമാണ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ 5% കൂടുതൽ ഒരു കാരണവശാലും അഡ്വാൻസ് കൊടുക്കരുത്. ഇപ്പോൾ ഈ അഡ്വാൻസ് ഇവർ മേടിക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് എന്തെങ്കിലും കാരണവശാൽ ഇതിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കത് ഭയങ്കര നഷ്ടമാണ്. അത് ശരിയാണ്, സംഗതി ശരിയാണ്. പക്ഷേ ആ പേരും പറഞ്ഞിട്ട് പറ്റിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. മനസ്സിലാവുന്നു? സോ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ വളരെ പെർസെൻറ്റേജ് 2 to 3% മാക്സിമം 5 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ അതിൽ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30,000 താഴെ, അതാണ് 5%. മനസ്സിലാവുള്ളൂ? അതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ന് വിചാരിക്കാം, പോയി അത്രയല്ലേ പോകുള്ളൂ. പക്ഷേ അതിൽ കൂടുതലും എമൗണ്ട് ഒന്നും ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്രൻ്റായിട്ട് പൈസ മേടിക്കുന്ന ഏജൻസികളെ ഒരു കാരണവശാലും വിശ്വസിക്കരുത്. ഫസ്റ്റ് പോയിന്റ്. അതുപോലെ തന്നെ ഹൈ സാലറി ഓഫർ ചെയ്യുന്ന ഏജൻസികൾ വിശ്വസിക്കേണ്ട. ആ ജോബ്സ് ഫ്രോഡായിരിക്കും. നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാൻ കമ്പനിക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. കാരണം പൈസ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ചിന്തയിലാണ് ഒരാളെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. സോ ഹൈ സാലറി ഒന്നും, അതും അൺസ്കിൽഡ് ജോബിനൊന്നും, ടെക്നിക്കൽ ജോബിന് ഞാൻ പറയുന്നില്ല, സ്കിൽഡ് ജോബിന് ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ സാലറി നല്ല രീതിയിൽ കിട്ടാം. അൺസ്കിൽഡ് ജോബിനൊന്നും ഹൈ സാലറി പറഞ്ഞ് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രോഡായിരിക്കും. അങ്ങനെ ഓഫർ കമ്പനി ഏജൻസി തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. ജോബ് ഓഫർ വിത്തൗട്ട് ഇൻ്റർവ്യൂ, ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ഒരു കമ്പനിയും ഒരു ജോലിക്കും ഒരാളെ എടുക്കില്ല. ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടോയെന്ന് പോലും ചെക്ക് ചെയ്യാണ്ട് നിങ്ങൾ തന്നെ ഇംഗ്ലീഷ് പോലും അറിയാത്ത ഒരാളെ ഒരു കാരണവശാലും ഒരു കമ്പനിയും എവിടെയും കൊണ്ടുപോയി എടുക്കില്ല യൂറോപ്പിൽ. സോ ഒരു ഇൻ്റർവ്യൂ അവർ ഏതെങ്കിലും രീതിയിൽ നടത്തിയിരിക്കും. ആ ഇൻ്റർവ്യൂ പോലും ഇല്ലാണ്ട് ഒരു ഓഫർ ലെറ്റർ നിങ്ങൾക്ക് എടുത്തു തരികയാണെങ്കിൽ 100% ഫ്രോഡായിരിക്കും. അടുത്തൊരു പോയിന്റ്, MEA രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസികളാണോ എന്ന് ചെക്ക് ചെയ്യുക. MEA രജിസ്റ്റർ എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു ഏജൻസികളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ MEA ലൈസൻസ് ഉള്ള ഏജൻസികളും 100% ജെന്യൂനൊന്നുമല്ല. അവരും ഫ്രോഡുകൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. MEA ലൈസൻസ് ഇല്ലാത്ത ഒരു ഏജൻസിക്കും കൊണ്ടുപോയി പൈസ കൊടുക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്യണമെങ്കിലും അറ്റ്ലീസ്റ്റ് പറ്റും. ഏജൻസികൾ ഒരു 10 ഏജൻസി വന്നു കഴിഞ്ഞാൽ 2 ചിലപ്പോൾ MEA ലൈസൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഏജൻസി നിങ്ങൾക്ക് പിന്നെയും വിശ്വസിക്കാം. ബാക്കി 8 നിങ്ങൾക്ക് കളയാൻ പറ്റും. സോ അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതുകൂടി നിങ്ങൾ നോക്കിയിട്ട് വേണം ഏജൻസികളുടെ അടുത്തുകൂടി തലവയ്ക്കാൻ. മറന്നു പോകരുത്. എല്ലാവർക്കും പുറത്തുപോയി ജോലി ചെയ്യണം, ഇവിടുത്തെ കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. ഇവിടുത്തെ ഹൈ സാലറി, ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാവർക്കും കിട്ടണമെന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ പൈസ ഒരുപാട് കൊണ്ടുപോയി കളയരുത്. അത് പിന്നെ നിങ്ങൾക്ക് വലിയ ബാധ്യതകളായി തരും. പൈസ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കേസല്ല. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.